എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ 29 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഏതൊരു വ്യക്തിയും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ്സ്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കോക്കോ പൗഡർ. അപ്പോൾ കോക്കോ പൗഡറിന്റെ ഈ ഉൽപാദനം, ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കോക്കോ പൗഡറിന്റെ പുറന്തോട്, അതായത് നമുക്കറിയാം തേങ്ങ പോലിരിക്കുന്ന ഇത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കർഷകർക്ക് അതിനുവേണ്ടി കുറെ സമയം പോകുന്നു. കൂടാതെ വാക്കത്തിയോ അല്ലെങ്കിൽ അരിവാൾ ഉപയോഗിച്ച് ഈ പുറന്തോട് പൊട്ടിക്കുമ്പോൾ അകത്തിരിക്കുന്ന കൊക്കോ കുരുക്കൾ അത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പൊട്ടിപ്പോയിട്ടുള്ള കുരുക്കൾ അത് ലോ ക്വാളിറ്റിയിലേക്കും പോകുന്നു. ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് ആ കൊക്കോ പോഡ്, അതായത് ഇതിന്റെ പുറന്തോട് പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൊക്കോ കുരുക്കൾ അടങ്ങിയിട്ടുള്ള കൊക്കോ പോഡ് അത് പൊട്ടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിന്റെ പാറ്റന്റ് ലഭിച്ചിട്ടുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ നോളജ് ആണ്, അത് നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ ജേഡിസ് കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഏപ്രിൽ 26 ഹൂതി മിലിറ്റൻസ്, ഹൂതി തീവ്രവാദികൾ ഒരു ഓയിൽ ടാങ്കർ ആയിട്ടുള്ള MV ആൻഡ്രമോഡ് സ്റ്റാറിന് എതിരെയായിട്ട് മിസൈലിന്റെ ആക്രമണം നടത്തി. എന്നാൽ ഈ കപ്പലിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS കൊച്ചി. ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ ആയിട്ടുള്ള INS കൊച്ചിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ, ഇടപെടൽ മൂലം ഹൂതികളുടെ അറ്റാക്കിൽ നിന്ന് ഓയിൽ ടാങ്കർ ആയിട്ടുള്ള MV ആൻഡ്രമോഡ് സ്റ്റാർ രക്ഷപ്പെട്ടു. യമൻ ആസ്പദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആണ് ഹൂതി തീവ്രവാദികൾ. ഇറാൻ ആണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ ഭീഷണി മാറിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ മിസൈൽ അറ്റാക്കുകൾ. 2 കപ്പലുകളാണ് ഇവർ ആക്രമിച്ചത്. ഒരു മെർച്ചന്റ് വെസൽ ആയിട്ടുള്ള മൈഷ, മറ്റൊന്ന് ഓയിൽ ടാങ്കർ ആയിട്ടുള്ള MV ആൻഡ്രോമേഡ് സ്റ്റാർ. ഇപ്പൊ ആൻഡ്രോമേഡ് സ്റ്റാറിലെ 30 ക്രൂസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 22 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വാർത്തയാണ് ഇന്നലത്തെ മിക്കവാറും എല്ലാ ന്യൂസിലും ഉണ്ടായിട്ടുള്ളതും ഇന്നത്തെ നമ്മളുടെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. INS കൊച്ചി, ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ, പനാമയുടെ ഫ്ലാഗ് വഹിക്കുന്ന ഓയിൽ ടാങ്കറിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത. 2024 ഏപ്രിൽ 27 ചൈനയിലെ വൂനിങ്ങിൽ നടക്കുന്ന ITF വനിതാ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ ഋതുജ ബോസാലയുടെ ഒപ്പം കളിച്ചിരുന്ന ന്യൂസിലാൻഡ് താരത്തിന്റെ പേരെന്താണ്? പൈജ ഹുറിഗൻ. ഋതുജ ബോസാലെ ഇത് ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ ടെന്നീസ് താരമാണ്. ഋതുജ ബോസാലയും ന്യൂസിലാൻഡിന്റെ പൈജ് ഹുറിഗൻ എന്നിവർ സംയുക്തമായിട്ട് തൈവാന്റെ ഹുസാൻ ചോ, യി സെൻ ചോ എന്നിവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ITF വിമൻസ് ടെന്നീസ് ടൂർണമെന്റ് വിജയിച്ചു. ഈ മത്സരത്തിലെ തുകയാണ് $40,000. $40,000 ITF വിമൻസ് ടെന്നീസ് ടൂർണമെന്റ് ആണ് ഇന്ത്യയിലെ പ്രൊഫഷണൽ ടെന്നീസ് താരമായിട്ടുള്ള ഋതുജ ബോസാലയും ന്യൂസിലാൻഡിന്റെ താരമായിട്ടുള്ള പൈജ് ഹൊറിഗാൻ ഒരുമിച്ച് ഡബിൾസ് വിജയിച്ചിട്ടുള്ളത്. സൗത്ത് ഏഷ്യൻ ട്രയത്ലോൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്? മുരളീധരൻ സിനിമോൾ, മാൻസി മൊഹിത്തെ. നേപ്പാളിലെ പൊക്കാറ എന്ന സ്ഥലത്ത് നടന്ന ഒരു മത്സരമാണ് ഏഷ്യ ട്രയത്ലോൺ കപ്പും ഒപ്പം തന്നെ സൗത്ത് ഏഷ്യൻ ട്രയത്ലോൺ ചാമ്പ്യൻഷിപ്പും. ഇന്ത്യയിൽ നിന്ന് 33 പേരാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള ചാമ്പ്യന്മാരായിട്ടുള്ള 2 വ്യക്തികളാണ്. പുരുഷന്മാരിൽ മുരളീധരൻ സിനിമോൾ, വനിതകളിൽ ആണെങ്കിൽ മാൻസി മൊഹത്തെ. ട്രയത്ലോൺ എന്ന് പറഞ്ഞാൽ 3 ഈവന്റ് ഒരുമിച്ച് നടത്തുന്ന ഒന്നാണ് ട്രയത്ലോൺ. അതായത് സ്വിമ്മിംഗ് വരുന്നുണ്ട്, സൈക്ലിംഗ് വരുന്നുണ്ട്, ഒപ്പം തന്നെ ഓട്ടം വരുന്നുണ്ട്. 750 മീറ്റർ നീന്തുകയും അതിനുശേഷം ഉടൻ തന്നെ 20 കിലോമീറ്റർ സൈക്ലിംഗ് കഴിഞ്ഞ ഉടൻ 5 കിലോമീറ്ററിന്റെ ഓട്ടം. ഈ 3 ഈവന്റിലും പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തുക എന്നതാണ് ഈവന്റിന്റെ വിഷയം. ഇതിൽ ആദർശ് മുരളീധരൻ ആണെങ്കിൽ 1 മണിക്കൂർ 2 മിനിറ്റ് 3 സെക്കൻഡ് കൊണ്ട് എത്തിയപ്പോൾ മാൻസി മൊഹത്തെ 1 മണിക്കൂർ 7 മിനിറ്റ് 53 സെക്കൻഡിൽ വനിതകളിലാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 2 പേരാണ് വിജയിച്ചിട്ടുള്ളത്. ഒന്ന് ആദർശ് മുരളീധരൻ സിനിമോളും മറ്റൊന്ന് മാൻസി മൊഹത്തെ. സൗത്ത് ഏഷ്യൻ ട്രയത്ലോൺ ചാമ്പ്യൻഷിപ്പ് ഇത് നടന്നിട്ടുള്ളത് നേപ്പാളിലാണ്. 2024 ഏപ്രിൽ 28 പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയായി ആരാണ് നിയമിതനായത്? ഇഷാഖ് ദർ. ഇന്നലത്തെ വാർത്തകളിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇന്റർനാഷണൽ ലെവലിൽ. അതായത് പാകിസ്ഥാനിൽ പുതിയ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിനെ നിയമിച്ച കാര്യം. ഇഷാഖ് ദർ എന്ന ഫോറിൻ മിനിസ്റ്റർ ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പുതിയ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. ഇഷാഖ് ദർ 73 വയസ്സുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒപ്പം തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നവാസ് ഷെരീഫിന്റെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഇഷാഖ് ദർ ആണ്
പാകിസ്ഥാന്റെ പുതിയ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ഏപ്രിൽ 28 അതായത് ഇന്നലെയാണ്. ഇന്നലെ ഏപ്രിൽ 28 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. 2024 ഏപ്രിൽ 26 വൻ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത നൈനിറ്റാൾ ഏത് സംസ്ഥാനത്താണ്? ഇതിന്റെ ഉത്തരം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസം പ്ലേസ് ആണ് നൈനിറ്റാൾ. നൈനിറ്റാലിന് അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്, അതായത് 33.34 ഹെക്ടർ ഫോറസ്റ്റ് ആണ് വൻ തീ മൂലം കത്തി നശിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ചിട്ടുള്ള ഈ തീ കെടുത്താൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റേഴ്സും വിമാനങ്ങളും ലിറ്റർ കണക്കിനാണ് വെള്ളം ഒഴിച്ചതും. അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസും ഈ തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഏതാണ്ട് 2-3 ദിവസം കൊണ്ടാണ് ഈ തീ അല്പം കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 33.34 ഹെക്ടർ വനഭൂമിയാണ് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലെ കത്തി നശിച്ചിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഏപ്രിൽ 26 ഹൂതി തീവ്രവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് MV ആൻഡ്രോമിഡ സ്റ്റാറിന്റെ ജീവനക്കാരെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേനയുടെ പേര് INS കൊച്ചി. കൊക്കോ ബീൻസ് വേർതിരിച്ചെടുക്കുന്നതിനുള്ള കൊക്കോ പോഡ് പൊട്ടിക്കുന്നതിനുള്ള ഉപകരണത്തിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. 2024 ഏപ്രിൽ 27 ചൈനയിലെ പൂനെയിൽ നടന്ന ITF വനിതാ ടെന്നീസ് ടൂർണമെന്റിന്റെ ഡബിൾസ് ഫൈനലിൽ ഋതുജ ബൊസാലെ ആരുമായാണ് പങ്കാളിയായത്? പൈജ ഹുറിഗൻ. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ട്രയത്തലോൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് ചാമ്പ്യന്മാരായത്? മുരളീധരൻ സിനിമോൾ, മാൻസി മോത്തെ. 2024 ഏപ്രിൽ 28 പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയായി ആരാണ് നിയമിതനായത്? ഇഷാഖ് ദർ. ഇന്ന് ഏപ്രിൽ 29 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ഹൂ ഇസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ? പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.